ഇവിടെ ഇരുന്നാൽ നേരത്തെ ഒരു നീലാകാശമായിരുന്നു മുകളിൽ, ഇപ്പം അത് മാറ്റി. ആ നീലാകാശമൊക്കെ ഹൃദയത്തിൽ പതിപ്പിച്ചിട്ടാണ് വിദ്യാർത്ഥികളായ ഞങ്ങളെല്ലാം ഇവിടെ നിന്ന് പടിയിറങ്ങിയത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ പുതിയൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. കഴിഞ്ഞ ദിവസം SH തേവര കോളേജിലെത്തിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തൻ്റെ കോളേജ് കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഈ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ നിന്നാണ് സംസാരിക്കാൻ പഠിച്ചത്, ഈ സ്റ്റേജിൽ നിന്നാണ്. എനിക്കൊരു ക്ലെയിം ഉണ്ട്, എനിക്കൊരു ക്ലെയിം. ഈ കോളേജിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയെ ഉണ്ടെങ്കിൽ തെളിവ് കൊണ്ടുവരട്ടെ. എന്റെ അത്രയും ഈ സ്റ്റേജിൽ കയറി എന്ന് പ്രസംഗിച്ച ഒരു വിദ്യാർത്ഥിയും ഈ ക്യാമ്പസിന്റെ ചരിത്രത്തിൽ ഉണ്ടാവില്ല. അച്ഛനോട് ചോദിച്ചു നോക്കിയാൽ, ഒന്നാമത്തെ എല്ലാ വർഷവും ഇലക്ഷനും മത്സരിക്കും. പിന്നെ കോളേജ് യൂണിയൻ ഭാരവാഹി വരുമ്പോൾ കോളേജ് യൂണിയന്റെ എല്ലാ പരിപാടികളിലും അയാൾ സംസാരിക്കും. ഇവിടെ നിന്നാണ് ശരിക്കും സംസാരിക്കാൻ പഠിച്ചത്, ഇവിടെ നിന്നാണ് സംസാരം തുടങ്ങിയത്. ഇപ്പൊ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അന്നത്തെ മീറ്റ് ദ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ മുഴുവൻ അധ്യാപകരും വരും, എല്ലാവരും കേൾക്കാൻ വേണ്ടി വരും. വളരെ രസകരമായ വാദപ്രതിവാദങ്ങളാണ് മീറ്റ് ദ കാൻഡിഡേറ്റിന്റെ ഇടയിൽ നടക്കുന്നത്. അതെല്ലാം ഈ ക്യാമ്പസിന്റെ സവിശേഷതകളായിരുന്നു. ഇവിടെ ഇരുന്നാൽ നേരത്തെ ഒരു നീലാകാശമായിരുന്നു മുകളിൽ, ഇപ്പൊ അത് മാറ്റി. ആ നീലാകാശമൊക്കെ ഹൃദയത്തിൽ പതിപ്പിച്ചിട്ടാണ് വിദ്യാർത്ഥികളായ ഞങ്ങളെല്ലാം ഇവിടെ നിന്ന് പടിയിറങ്ങിയത്. ഇവിടെ നിന്നാണ് താൻ സംസാരിക്കാൻ പഠിച്ചു തുടങ്ങിയത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കലാലയ ജീവിത കാലഘട്ടം അയവിറക്കുന്ന വി.ഡി. സതീശൻ അവിടെ അധ്യാപകരായിരുന്നവരെയും ഒക്കെ കണ്ട് സൗഹൃദം പങ്കുവച്ചു. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സറിയുന്ന, കേരളത്തിലെ എന്നെപ്പോലെ നിരവധി വരുന്ന സാധാരണക്കാരായ ആൾക്കാരുടെ മനസ്സിന്റെ പ്രതീക്ഷയായ, കേരളത്തിലെ എക്കാലത്തെയും ജനകീയനായ മുഖ്യമന്ത്രി എന്ന് അറിയപ്പെടാൻ പോകുന്ന വി.ഡി. സതീശൻ എന്ന താങ്കളോട് ഒന്നേ പറയാനുള്ളൂ: ധൈര്യമായി മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഈ ജനകീയത കണ്ട് അസൂയാലുക്കളായ പ്രതിപക്ഷം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പോകട്ടെ. സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ധാരാളം ശത്രുക്കൾ അങ്ങയുടെ പുറകിലുണ്ട്. അത് മനസ്സിലാക്കി വീണ്ടും ധൈര്യമായി കേരളത്തെ വരും വർഷങ്ങളിൽ ഭരിക്കാനുള്ള കഴിവ് ദൈവം താങ്കൾക്ക് തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.